மூணாரில் தொடர்ச்சியாக காட்டுமிருகங்கள் தாக்குதல் அதிகரித்த நிலையில் அதை தடுப்பதற்காக தேவிகுளம் எம்எல்ஏ அட்வொகேட் ராஜாவின் தலைமையில் சிறப்பு கூட்டம் நடைபெற்றது. வனத்துறை RRT கண்காணிப்பை கடுமையாக்கவும் கூட்டத்தில் தீர்மானிக்கப்பட்டது. மூணாரில் தொடர்ச்சியாக காட்டுமிருகங்களின் தாக்குதல் அதிகரித்த நிலையில் அதை தடை செய்வதற்காக தேவிகுளம் எம்எல்ஏ அட்வொகேட் ராஜாவின் தலைமையில்தான் மூணாரில் கூட்டம் நடைபெற்றது. படையப்பா உட்பட காட்டு யானைகளின் அட்டுழியம்தான் அதிகரித்து வருவது வனத்துறை RRT சங்கத்தின் கண்காணிப்பை கடுமையாக்கும் கூட்டத்தில் தீர்மானித்தனர். தேசிய மாநில நெடுஞ்சாலைகளில் இறங்கக்கூடிய காட்டு யானைகளை കൺകാണിക്ക് സിറപ്പ് സംഘം ഏർപ്പെടുത്തപ്പെടും. ഡിവിഷനിൽ ഒരു RRT ഉണ്ട്. അതുകൂടാതെ ചിന്നക്കനാലിലും മൂന്നാറിലും 2 ഇന്റേണൽ RRTകളും പ്രവർത്തനം സജ്ജമാണ്. അപ്പോൾ ഈ RRTകളുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആന ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്നതായിട്ടൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തി ആനയെ ഓടിച്ചുവിടുന്ന ഒരു സംവിധാനമാണ്. கூடுதலாக இந்த பகுதியில் பிரச்சனைக்காரனான காட்டு யானைகளான படையப்பா, ஒற்றைக்கொம்பன், சக்கைக்கொம்பன் போன்ற யானைகளை கண்காணிக்கும் சிறப்பு சங்கங்கள் நியமிக்கப்பட்டுள்ளன. யானையின் நடமாட்டம் சம்பந்தமாக விவரங்கள் கொடுப்பதற்காக பொதுமக்கள் உட்பட உள்ளவர்களை உட்படுத்தி பிரைமரி ரெஸ்பான்ஸ் டீம் உருவாக்கப்படும். ജീവന് നമ്മളാണുള്ള സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ. തുടർച്ചയായിട്ട് ഇപ്പോൾ റേഞ്ചർ ഓഫീസർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മേഖലയിൽ ഏകദേശം 50-ൽ കൂടുതൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്നിപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടിൻ്റെ അകത്ത് അതിന് ഭക്ഷണം കിട്ടാത്തത്, വെള്ളം കിട്ടാത്തതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് അത് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ അത് തടയണം. നമുക്ക് ഒരു ജീവനും ഇതിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ നമ്മളാരും തയ്യാറല്ല. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന RRT കുറച്ചും കൂടെ ശക്തമായി കൂടുതൽ ജാഗ്രതയോടുകൂടി നമുക്ക് പ്രവർത്തിപ്പിക്കണം. അതേപോലെ ഒരു സജഷൻ വന്നത് പ്രൈമറി റെസ്പോൺസ് ടീം എല്ലാ ഏരിയയിലും അവിടുത്തെ ആളുകൾ സഹകരിച്ച് നിൽക്കുന്ന ചേർത്തുകൊണ്ട് പ്രൈമറി റെസ്പോൺസ് ടീം. അതുപോലെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞത് വാട്ടർ സോഴ്സസ് എല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതേപോലെ നിലനിർത്തുന്നത് അതിപ്പോൾ ജനപ്രതിനിധികൾ പഞ്ചായത്തിൻ്റെ എല്ലാം ഉണ്ട്. അവർ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ SMS അലർട്ട് കിട്ടുന്നുണ്ട്. അലർട്ട് കിട്ടുന്നതുകൊണ്ട് ഒന്നിനും പരിഹാരമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, കുറച്ചുകൂടെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് SMS അലർട്ട് ഇതുവരെ ഹൈവേ പട്രോളിംഗ് ഇന്നു മുതൽ അവർ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. റോഡുകളിലാണ് കൂടുതൽ ഈ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറയൂർ റോഡിൽ, അതുപോലെ കഴിഞ്ഞ ദിവസം ദേവികുളം റോഡിൽ, മാട്ടുപ്പെട്ടി റോഡിൽ ഇന്നലെ പകലിലായിരുന്നു. അപ്പോൾ റോഡുകളിൽ പെട്രോളിംഗ് സംവിധാനം രാത്രിയുണ്ട്. അതേപോലെ പകലിലും ആനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പടയപ്പ നമ്മൾ പറഞ്ഞ പോലെ പടയപ്പ ഒരു ശല്യക്കാരനായിട്ട് ഇന്നും മാറി. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ആനയെന്ന് പറഞ്ഞാൽ പോലും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി തുടർച്ചയായി അത് മതപ്പാടിലാണ്. മതപ്പാടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിഷയങ്ങൾ ഉണ്ടാകും. അപ്പം അത് മുൻകൂട്ടി കാണണം. പടയപ്പ വിഷയമാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ആനയെ പിടിച്ച് മറ്റു സ്ഥലത്ത് മാറ്റുന്നത് പോലെ പടയപ്പനെയും മാറ്റുന്നതിനുള്ള ഇടപെടൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത് DFO റിപ്പോർട്ടാക്കി CCF മുഖാന്തരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടാൽ മാത്രമേ നടക്കുള്ളൂ നമുക്കറിയാം. പക്ഷെ അത് ഇവിടെ ആളുകൾക്ക് ഭീഷണിയാണ്. അതുപോലെ സ്വത്തിനും കൃഷിയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. പിന്നീട് ഈ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ള പുതിയ സംവിധാനങ്ങളുണ്ട്. ആന വരുമ്പോൾ അല്ലെങ്കിൽ വന്യമൃഗം വരുമ്പോൾ അതിന് കണ്ടെത്താനുള്ള AI ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ യോഗത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് MLA ഈ വർഷത്തെ ഈ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ വന്യമൃഗ ശല്യം തടയുന്നതിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്നു. പക്ഷെ അത് കൊടുക്കുന്നത് இவர்களுக்கு தேவையான பயிற்சியும் வனத்துறை கொடுக்கும். 54 காட்டு யானைகள் தான் மூணார் பகுதியில் உள்ளன. இதில் பிரச்சனையுள்ள யானைகளை காட்டிற்கு விரட்டப்படும் என்றும் வனத்துறை அதிகாரிகள் அறிவித்துள்ளனர். ஆனால் கூட்டத்தில் வனத்துறைக்கு எதிராக கடுமையான விமர்சனங்களும் உயர்ந்துள்ளன. காட்டுமிருகங்களை தடை செய்வதற்காக அறிவித்த எந்த திட்டங்களும் நடைமுறைப்படுத்தவில்லை. காட்டு யானைகளுக்கு கொடுக்கக்கூடிய பாதுகாப்பு கூட ஒரு நபருக்கு கொடுப்பதில்லை என்றும் குற்றச்சாட்டு உயர்ந்தது. பிரச்சனை இருந்த காட்டு யானைகளை உடனடியாக உள்காட்டிற்கு மாற்ற வேண்டும். உயிரும் உடமையும் இழந்த பலருக்கும் நஷ்ட இழப்பு இதுவரை கொடுக்கப்படவில்லை என்றும் கூட்டத்தில் தலைவர்கள் குற்றம் சாட்டினர். கூட்டத்திலிருந்து CPI வெளிநடப்பு செய்தார். வனத்துறையின் உயர் அதிகாரிகள் கூட்டத்தில் பங்கெடுக்காத இதற்கு காரணமாக மாறியது. காட்டுமிருகங்கள் அட்டுழியத்தை தடை செய்ய வனத்துறை மிகப்பெரிய தோல்வியை சந்தித்துள்ளதாகவும் இதற்கு எதிராக பொதுமக்களை ஒன்றிணைத்து போராட்டங்கள் நடத்தப்படும் என்றும் மண்டல செயலாளர் சந்திரபால் தெரிவித்துள்ளது. இதற்கு முன்பு தலைவர்கள் கூட்டத்திலிருந்து இறங்கி சென்றனர். வனத்துறையிலிருந்து மூணார் ரேஞ்ச் ஆபீசர் S. பிஜு மட்டும்தான் பங்கெடுத்தது. நியூஸ் பீரோ மூணார்.